ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീദേവി മാഹാത്മ്യം. ആമുഖം. ദേവി മധുവിനെയും കൈഠഭനെയും വിഷ്ണുമായയായി താമസിക അടിസ്ഥാനത്തിൽ വധിച്ചതും മഹിഷാസുരനെ ലക്ഷ്മിയായി വധിച്ചതും സരസ്വതി ദേവിയുടെ രൂപത്തിൽ ശുംഭനെയും നിശുംഭനെയും വധിച്ചതിൻ്റെ കഥ വിവരിക്കുന്ന ഏറ്റവും പവിത്രമായതാണ് ഗ്രന്ഥം ആണ് ശ്രീദേവി മാഹാത്മ്യം. മാർക്കണ്ഡേയ പുരാണത്തിലെ 74 മുതൽ 86 വരെയുള്ള അധ്യായങ്ങൾ ആണ് ദേവി മാഹാത്മ്യത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ 700 ഖണ്ഡങ്ങളുണ്ട്. ഇതും വേദവ്യാസൻ തന്നെയാണ് രചിച്ചത്. മാർക്കണ്ഡേയ മുനി പറഞ്ഞതായിട്ടാണ് ദേവി മാഹാത്മ്യം വിവരിക്കുന്നത്. ഇതിന് ദുർഗാ സപ്തശതി എന്ന് ഒരു പേരുണ്ട്. സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ട സുരഥ എന്ന രാജാവ് തൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സമാധി എന്ന വൈശ്യനെ കണ്ടുമുട്ടിയതായി അദ്ദേഹം പറയുന്നു. സ്വന്തം ആളുകൾ അവരെ പുറത്താക്കിയെങ്കിലും അവർ രണ്ടുപേരും തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് അവർ കണ്ടെത്തുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് അവർ വനത്തിൽ വസിച്ചിരുന്ന സുമേധസ് മഹർഷിയെ സമീപിച്ച് അന്വേഷിക്കുന്നു. വിഷ്ണുമായ എന്ന മഹാദേവി സൃഷ്ടിച്ച മായയാണ് ഇതെല്ലാം എന്ന് മഹർഷി അവരോട് പറയുന്നു. അവർക്ക് മഹാമാതാവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹവും തോന്നി. തുടർന്ന് അദ്ദേഹം അവരോട് ദേവി മാഹാത്മ്യത്തിൻ്റെ കഥ വിവരിക്കുന്നു. അതിൽ 3 കഥകൾ ഉൾക്കൊള്ളുന്നു. അവയിലെല്ലാം അമ്മ ദേവീദേവന്മാരുടെ ശത്രുക്കളെ കൊല്ലുന്നു. ആദ്യ കഥ മധുവിൻ്റെയും കൈഡഭൻ്റെയും കഥയാണ്. മഹാവിഷ്ണു യോഗനിദ്രയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്നാണ് മധുവും കൈഡഭനും ഉദ്ഭവിക്കുന്നത്. അവർ അദ്ദേഹത്തിൻ്റെ വയറിൽ നിന്ന് ഉദ്ഭവിക്കുന്ന താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ സൃഷ്ടി തുടരാൻ സഹായിക്കണമെന്ന് ബ്രഹ്മാവ് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ദേവി പ്രത്യക്ഷപ്പെട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപമെടുക്കുകയും ആയിരക്കണക്കിന് വർഷങ്ങൾ അസുരന്മാരുമായി മല്ലിട്ട് 2 അസുരന്മാരെയും കൊല്ലുകയും ചെയ്യുന്നു. ഈ 2 അസുരന്മാരും താമസിക വംശത്തിൽപ്പെട്ടവരായതിനാൽ ദേവിക്കും താമസമായ രൂപമായിരുന്നു. മഹിഷാസുരനെ വധിച്ച് അമ്മ ദേവീദേവന്മാരെ എങ്ങനെ സഹായിച്ചു എന്നതാണ് രണ്ടാമത്തെ കഥ. എരുമയുടെ രൂപമുള്ള ഈ അസുരൻ ദേവന്മാരെയും ഇന്ദ്രനെയും അവരുടെ വാസസ്ഥാനങ്ങളിൽ നിന്ന് ഓടിച്ചു. അവരെല്ലാം പോയി തങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ പരിശുദ്ധ ത്രിത്വത്തെ സമീപിക്കുന്നു. ഇത് ആ 3 ദേവന്മാരെയും കോപാകുലരാക്കുകയും അവരിലെ ശക്തി പുറത്തു വരികയും ഒരുമിച്ച് ചേരുകയും ചെയ്തു. വിവിധ ദേവന്മാരുടെ ശക്തികളാൽ ഈ ദേവിയെ കൂടുതൽ ശക്തിപ്പെടുത്തി. എല്ലാ ദേവന്മാരും ദേവിക്ക് വിവിധ തരം ആയുധങ്ങൾ നൽകി കൂടുതൽ സജ്ജയാക്കി. ഈ ദേവി പ്രധാനമായും കോപത്താൽ സൃഷ്ടിക്കപ്പെട്ടതായതിനാൽ രാജസഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ദേവി ഇങ്ങനെ വിവിധ ദേവന്മാർ സൃഷ്ടിച്ച ശക്തികൾ ഒന്നിച്ചു ചേർന്ന് ഒറ്റ ദേവിയായി മഹിഷാസുരനെ വധിച്ചു. മഹാനായ അസുരദേവന്മാരായ ശുംഭനെയും നിശുംഭനെയും ദേവി വധിച്ചതാണ് 3ാമത്തെ കഥ. ഈ സമയം ദേവന്മാർ ഹിമാലയ പർവ്വതനിരകളിൽ ഉമാദേവിയെ സമീപിച്ച് തങ്ങളുടെ കഷ്ടതകൾ വർണ്ണിക്കുന്നു. ദേവിയുടെ ശരീരത്തിൽ നിന്ന് കൗശികി അഥവാ ചണ്ഡിക രൂപം കൊണ്ടു. അത് കറുത്ത നിറമായിരുന്നു. വിവിധ ദേവന്മാർ നൽകിയ ശക്തികളോടൊപ്പം കൗശികി ദേവി ശുംഭനെയും നിശുംഭനെയും വധിച്ചു. സുരഥ രാജാവും സമാധി എന്ന വൈശ്യനും ദേവിയെ തപസ് ചെയ്ത് തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നു. ഈ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 12ാം അധ്യായത്തിൽ തൻ്റെ ഈ 3 കഥകൾ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മോക്ഷം ഉൾപ്പെടെ ലഭിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ദേവി ഉറപ്പു നൽകുന്നു. ഈ ഗ്രന്ഥം കയ്യിൽ വയ്ക്കുന്നത് ദുരാത്മാക്കളോട് പോരാടാനും ദേവിയുടെ അനുഗ്രഹം നേടാനും നിരവധി മഹാന്മാരെ സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശക്തൻ തമ്പുരാൻ എന്ന രാജാവ് കല്ലൂർ നമ്പൂതിരിയോട് ഉത്സവം കഴിഞ്ഞ് രാത്രിയിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അടച്ചിട്ടിരിക്കുന്ന ശ്രീകോവിലിൽ നിന്ന് തൻ്റെ മോതിരം തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നും ദേവി മാഹാത്മ്യത്തിൻ്റെ ഒരു പകർപ്പ് എടുത്ത് അദ്ദേഹം ഇത് എളുപ്പത്തിൽ സാധിച്ചു എന്നും ഒരു കഥയുണ്ട്. ഈ ഗ്രന്ഥം അതിപ്രകൃതിദത്ത ശക്തികൾക്കായി ശ്രമിക്കുന്ന എല്ലാവരുടെയും ഒരു നിധിശേഖരം ആണെങ്കിലും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും മോക്ഷം നേടാനും വഴിയൊരുക്കുന്ന പുസ്തകം കൂടിയാണ്.
ശാരദ വസന്ത നവരാത്രികളിൽ പുസ്തകം വായിക്കുന്നത് അതീവ ശുഭകരമാണെന്നാണ് വിശ്വാസം. പാരായണക്രമം അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യം വായിക്കുന്നതിൻ്റെ നിർദ്ദിഷ്ട രീതികൾ ഒരു കഥയാണ്. എന്നാൽ അതിലെ ഓരോ ശ്ലോകങ്ങളും മന്ത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു. ദേവീ മാഹാത്മ്യം എങ്ങനെ വായിക്കാമെന്നതിന് 2 രീതികളുണ്ട്. ആദ്യത്തേതിനെ ത്രംഗം എന്ന് വിളിക്കുന്നു. അതിൽ ദേവീ കവചം, അർഗളം, കീലകം എന്നിങ്ങനെ 3 പ്രാർത്ഥനകൾ വായിക്കുന്നു. തുടർന്ന് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമ എന്ന് ഉള്ള നവാക്ഷരി മന്ത്രം. ഇത് ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്നാണ് പറയപ്പെടുന്നത്. പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 9 പ്രാർത്ഥനകൾ ചൊല്ലുന്ന നവാംഗമാണ് മറ്റൊന്ന്. ന്യാസം, ആവാഹനം, നാമാനി, അർഗളം, കീലകം, ഹൃദയം, ദളം, ധ്യാനം, കവചസ്തോത്രം എന്നിവയാണ് അവ. ദേവീ മാഹാത്മ്യം മുഴുവനും കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ ശുപാർശ ചെയ്യുന്നു. വായന പൂർത്തിയാക്കിയ ശേഷം 8-ാം അധ്യായത്തിലെ 7 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങൾ അടങ്ങിയ ദേവീ സൂക്തം ജപിക്കേണ്ടതുണ്ട്. ഗുരു നവാക്ഷരി മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും ധ്യാനിക്കണം. ഇത് ചെയ്യാൻ കഴിയാത്തവർ ആദ്യ ദിനം 1-ാം അധ്യായം അടങ്ങുന്ന പ്രഥമചരിതവും അടുത്ത 3 അധ്യായങ്ങളടങ്ങുന്ന മധ്യമചരിത്രവും അടുത്ത ദിവസവും അടുത്ത 9 അധ്യായങ്ങളടങ്ങുന്ന ബാക്കി ഉത്തമചരിത്രം 3-ാം ദിവസവും വായിക്കണം. ആദ്യ ദിവസം 1 അധ്യായം, 2-ാം ദിവസം അടുത്ത 2 അധ്യായങ്ങൾ, അടുത്ത 1 അധ്യായം 3-ാം ദിവസം, അടുത്ത 4 അധ്യായങ്ങൾ 4-ാം ദിവസം, അടുത്ത 2 അധ്യായങ്ങൾ 5-ാം ദിവസം, അടുത്ത 1 അധ്യായം 6-ാം ദിവസം, അവസാനത്തെ 2 അധ്യായങ്ങൾ 7-ാം ദിവസവും എന്നിങ്ങനെ 7 ദിവസം കൊണ്ട് മുഴുവൻ വായനയും പൂർത്തിയാക്കുന്ന മറ്റൊരു രീതിയുണ്ട്. 9 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമ്പോൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്. 1-ാം ദിവസം കവചം, അർഗളം, കീലകം, നവാക്ഷരി മന്ത്രം, രാത്രി സൂക്തം 1-ാം അധ്യായം. 2-ാം ദിവസം 2, 3, 4 അധ്യായങ്ങൾ, 3-ാം ദിവസം 5, 6 അധ്യായങ്ങൾ, 4-ാം ദിവസം 7-ാം അധ്യായം, 5-ാം ദിവസം 8-ാം അധ്യായം, 6-ാം ദിവസം 9, 10 അധ്യായങ്ങൾ, 7-ാം ദിവസം 11-ാം അധ്യായം, 8-ാം ദിവസം 12 അധ്യായം, 9-ാം ദിവസം 13-ാം അധ്യായം. ദേവി സൂക്തം, നവാക്ഷരി, രഹസ്യത്രയം ഇങ്ങനെ വായിച്ച് 9 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ദേവിയുടെ 9 ഭാവങ്ങൾ, 9 ദിവസത്തെ ഭാവങ്ങൾ കൂടി നോക്കാം. ആദ്യ ദിവസം ശൈലപുത്രിയായിട്ടാണ് ദേവിയെ സങ്കല്പിക്കുന്നത്. നവദുർഗാഭാവങ്ങളിൽ 1-ാമത്തെ ഭാവമാണ്. ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. സതി, ഭവാനി എന്നൊക്കെ ദേവിക്ക് പേരുണ്ട്. ദക്ഷ പ്രജാപതിയുടെ മകളായാണ് ദേവി ആദ്യം അവതരിച്ചത്. സതി എന്നായിരുന്നു ദേവിയുടെ നാമം. ദക്ഷയാഗഭൂമിയിൽ വെച്ച് ശിവനിന്ദ ശ്രവിക്കാൻ ഇടവന്ന സതീദേവി അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. പർവ്വതരാജനായ ഹിമവാന്റെ മകളായാണ് ദേവി പിന്നീട് അവതരിച്ചത്. പർവ്വതരാജന്റെ മകളായതിനാൽ പാർവതി എന്നും ഹിമവാന്റെ മകളായതിനാൽ ഹേമവതി എന്നും ദേവിക്ക് നാമങ്ങളുണ്ട്. നവരാത്രിയിലെ ആദ്യ ദിവസം ഈ ശൈലപുത്രിയെ ആണ് ആരാധിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. 2-ാം ദിവസം ദേവി ബ്രഹ്മചാരിണിയാണ്. ഗുരുവിനൊപ്പം ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന അർപ്പണബോധമുള്ള വിദ്യാർത്ഥിയാണ്. വെളുത്ത വസ്ത്രം ധരിച്ച് വലത് കൈയിൽ ഒരു ജപമാലയും ഇടത് കൈയിൽ ഒരു കമണ്ഡലവും ദേവി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ദേവിയെ ആരാധിക്കുമ്പോൾ ഭക്തർക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. തപസ്, വാക്ചാതുരി, മോഹനാശം, ആത്മനിയന്ത്രണം, നിശ്ചയദാർഢ്യം എന്നിവ വർദ്ധിക്കുന്നു. ദേവി ആരാധന കൊണ്ട് എല്ലാ രംഗത്തും സാധകൻ വിജയം വരിക്കുന്നു. 3-ാം ദിവസം ചന്ദ്രഖണ്ഡ എന്നാണ് ദേവിയുടെ ഭാവം. മണിയുടെ ആകൃതിയിലുള്ള അർദ്ധചന്ദ്രനുള്ളവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ദേവിയുടെ 3-ാം കണ്ണ് എപ്പോഴും തുറന്നിരിക്കുന്നു. തിന്മയ്ക്കെതിരായ പോരാട്ടത്തിനുള്ള അവളുടെ ശാശ്വത സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു. ചന്ദ്രഖണ്ഡ അല്ലെങ്കിൽ ചന്ദ്രിക എന്നും അറിയപ്പെടുന്നു. ദേവിയുടെ കൃപയാൽ ഭക്തരുടെ എല്ലാ പാപങ്ങളും ക്ലേശങ്ങളും ശാരീരിക ക്ലേശങ്ങളും മാനസിക ക്ലേശങ്ങളും പ്രേതബാധകളും ഇല്ലാതാവുന്നു. 4-ാം ദിവസം കൂഷ്മാണ്ഡ എന്ന ദേവതയായി ഭഗവതിയെ ആരാധിക്കുന്നു. ദേവിയുടെ ദിവ്യമായ പുഞ്ചിരിയാൽ ലോകത്തെ സൃഷ്ടിച്ചതിന്റെ ബഹുമതിയായിട്ടാണ് കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുകയും സമ്പത്തും ശക്തിയും ഐശ്വര്യവും വന്നു ചേരുന്നു. 5-ാം ദിവസം ദേവിയെ സ്കന്ദമാത ആയിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്.
യുക്തദേവനായ കാർത്തികേയന്റെ മറ്റൊരു പേരായ സ്കന്ദന്റെ മാതാവ്. നവദുർഗകളിൽ ഒരാളെന്ന നിലയിൽ സ്കന്ദമാതാവിനെ ആരാധിക്കുന്നത് നവരാത്രിയുടെ 5-ാം ദിവസമാണ്. ദേവി 4 കൈകളുള്ളതും 3 കണ്ണുകളുള്ളവളും സിംഹത്തിന് പുറത്ത് കയറുന്നവളുമാണ്. ദേവിയുടെ ഒരു കൈ ഭയം അകറ്റുന്ന അഭയമുദ്രയിലാണ്. മറ്റൊന്ന് മകൻ സ്കന്ദന്റെ ശിശുരൂപം മടിയിൽ പിടിക്കാൻ ഉപയോഗിക്കുന്നു. ദേവിയുടെ ശേഷിക്കുന്ന 2 കൈകൾ താമരപ്പൂക്കളും പിടിച്ചിരിക്കുന്നതായി കാണിക്കുന്നു. 6-ാം ദിവസം കാത്യായനി ആണ് ദേവിയുടെ ഭാവം. കാത്യായനി ദേവിയാണ് മഹിഷാസുരൻ എന്ന രാക്ഷസനെ വധിച്ചത്. 7-ാം ദിവസം കാളരാത്രി എന്നാണ് ദേവിയുടെ ഭാവം. കാലനെയും നശിപ്പിക്കുന്നവൾ മഹാദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപമായി കാളരാത്രിയെ കണക്കാക്കുന്നു. ഈ രൂപം എല്ലാ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ദുരാത്മാക്കളെയും നശിപ്പിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 8-ാം ദിവസം മഹാഗൗരി എന്നതാണ് ദേവിയുടെ ഭാവം. ഭക്തരുടെ കാമനകൾ പൂർത്തീകരിക്കുന്ന ദേവിയാണ് മഹാഗൗരി. കൂടാതെ മഹാഗൗരിയെ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും നശിക്കുന്നു. 9-ാം ദിവസം സിദ്ധിദ എന്നതാണ് ദേവിയുടെ ഭാവം. അമാനുഷിക ശക്തികൾ അല്ലെങ്കിൽ ധ്യാനം എന്നിവ ദാനം ചെയ്യുന്ന ദേവി എന്ന അർത്ഥത്തിലാണ് സിദ്ധിദാത്രി എന്ന അർത്ഥത്തിലാണ് സിദ്ധിദാ ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഇതാണ് ദേവിയുടെ 9 ഭാവങ്ങൾ 9 ദിവസങ്ങളായി നമ്മൾ ആരാധിക്കുന്നത്. ഇങ്ങനെ ദേവിയെ 9 ദിവസങ്ങളിലായി ആരാധിക്കുമ്പോൾ സാധകന് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് സങ്കല്പം. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഒരു ആഘോഷമാണ് ഇത്. ബുദ്ധിപരമായി ഉണർവ് നേടാനും കലാരംഗത്ത് അവരുടെ കഴിവുകൾ ഉണർത്തിയെടുക്കാനും നവരാത്രി ആഘോഷം അവരെ സഹായിക്കുന്നു. താമസ സ്വഭാവമുള്ള ഒരു ഭക്തന് പോലും പടിപടിയായി ഉയർന്ന് സാത്വിക രൂപത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും എന്നതാണ് ദേവി മാഹാത്മ്യം നമ്മെ പഠിപ്പിക്കുന്ന തത്വം. ഓം ശ്രീ മഹാദേവി നമഃ.